ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു നാളും കൂടെ തന്നിരിക്കെ ആണ്ടവർ പെരിയവൻ താൻ അവൻ നമുക്ക് നമ്മളോട് ചെയ്ത പെരിയ കരുണയ്ക്കായി അവൻ പെരിയ ചെയ്ത കൃപയ്ക്കായി അവനെ നമുക്ക് സ്തോത്രം പണിടാം. അവൻ നമുക്ക് എത്രയോ പെരിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കെ എന്ന് നമുക്ക് പാക്കലാം. നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ച് നമ്മൾ വാസിച്ചാച്ചെ അവൻ നമ്മൾ പാപത്തിൽ കിടന്ന് നമ്മളെ വീണ്ടെടുത്താച്ചേ നമ്മൾ വാസിച്ചാച്ചേ നമ്മൾ അത് മാത്രമല്ല നമ്മൾ ഇതും വാസിച്ചാച്ചേ അവൻ നമ്മൾ മരണത്തിൽ കിടന്ന് നമ്മളെ മരണത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചാച്ചേ എന്ന് നമ്മൾ കേട്ടാച്ചേ. അത് മറ്റുമല്ല അവൻ നമ്മൾ പാപികളും ദോഷികളുമായിരുന്നു നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കോണം അവന്റെ പുത്രൻ മുഖാന്തരം നമ്മളെ വിടുവിച്ച് അവൻ നമ്മളെ പാപത്തിൽ നിന്നും വിടുവിച്ച് നമുക്ക് പരിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർത്താച്ചേ എന്ന് നമ്മൾ വാസിച്ചാച്ചേ. ഇതെല്ലാം എഫെസ്യ ലേഖനം 1 അധ്യായത്തിൽ നമ്മൾ പാത്തിലുകയാണ്. നമ്മൾ നമ്മൾ 7-ാം വാക്യം മുതൽ നമ്മൾ വാസിക്കുകയാണെങ്കിൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളും മോചനം വീണ്ടെടുപ്പ് നമുക്ക് കിടച്ചിരിക്കെ അവൻ നമ്മളോട് അവന്റെ നാമത്തിൽ താൻ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം കിട്ടിയാച്ചേ. അല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം கிடைക്കാതെ ആ പാപത്തിന് പരിഹാരം கிடைക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ നാമത്തിൽ നമുക്ക് വിമോചനം கிடைക്കും. അല്ലെങ്കിൽ നമുക്ക് പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ கிடைക്കും എന്ന് ഇങ്ങനെ சொல்லியாக்கே. 8-ാം വാക്യത്തിൽ എന്നാ சொல்லிக்கே, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദനപ്രകാരം സകല ജ്ഞാനവും ഉപയോഗവുമായി നൽകിയിരിക്കുന്നു. എങ്കിൽ അവൻ എഴുതിയിരിക്കെ അവൻ ധാരാളമായി നമുക്ക് നൽകിയിരിക്കുക. അതായത് കൊഞ്ചമായിട്ടല്ല, അവൻ ധാരാളമായിട്ട്. അതായത് അവന്റെ കൃപ അവന്റെ മഹത്വം അനുസരിച്ച് താൻ നമുക്ക് കൃപ ചൊരിയുന്നത്. അവൻ പെരിയവൻ, അവൻ സൃഷ്ടികർത്ത, അവൻ ഈ ലോകത്തെ പണിയവൻ, അവൻ താൻ ലോകത്തെ കംപ്ലീറ്റ് സൃഷ്ടി പണിയാച്ച് അവൻ മുഖാന്തരം അവന്റെ കൃപയാൽ താൻ നമുക്ക് എന്നാ കിടച്ചാച്ചേ അവന്റെ ആ വലിപ്പം രീതിയിൽ താൻ നമുക്ക് അവന്റെ ദയ കിട്ടിയാതെ അവന്റെ കൃപ നമുക്ക് കിട്ടിയാച്ചേ. അത് ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം അവൻ ധാരാളമായി അവന്റെ കൃപ നമ്മളിൽ അവൻ ചൊരിഞ്ഞാച്ചേ. അവൻ നമ്മളിൽ മേൽ അവൻ പെയ്യാച്ചേ. അതുകൊണ്ട് താൻ നമുക്ക് കിട്ടിയാതെ അത് മറ്റുമല്ല സകല ജ്ഞാനവും ഉപയോഗവുമായി നൽകിയിരിക്കുന്നു. അവൻ ചുമ്മാതല്ല തന്നിരിക്കുന്നത്, അവൻ സകല ജ്ഞാനവും ധനവുമായിട്ട് അവൻ നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് ഇങ്ങനെ വായിക്കുന്നത്, സകല ജ്ഞാനവും വിയോഗവുമായി നൽകിയിരിക്കുന്നു. അതായത് ബുദ്ധിയും ജ്ഞാനവും കൂടെ അവൻ അതിന് കൂടെ നൽകിയിരിക്കുന്നു എന്ന് അവൻ ചൊല്ലിയിരിക്കുകയും അവൻ നമ്മളോട് കാണിച്ച സ്നേഹം എത്രയെ പരി നോക്കുകയും അവൻ നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ വലിപ്പം നമുക്ക് ഇതിനാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവന് നമ്മൾ 9-ാം വാക്യത്തിൽ വാസിക്കുന്ന എന്നാ ചൊല്ലിയാലും അവനിൽ താൻ മുന്നയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം അവൻ മുന്നയിച്ചിരിക്കുക. അല്ലെങ്കിൽ അവൻ ഇപ്പം പണിയതല്ല, അല്ലെങ്കിൽ ഇപ്പം അവന്റെ ഹൃദയത്തിൽ വന്ന ഇതല്ല, അത് മുൻ നിർണയിച്ച. അതായത് അത് ആദിലേ അവൻ മുൻ നിർണയിച്ച. നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ച അവൻ നമ്മളെ ഈ സൃഷ്ടിക്ക് ഉൽപ്പത്തിക്ക് മുമ്പേ തന്നെ നമ്മളെ തെരഞ്ഞെടുത്താച്ചേ നമ്മൾ വായിച്ചാച്ചേ. അവൻ നമ്മളെ തിരിച്ചു അന്ന് തന്നെ നമ്മളോട് ആ കൃപ കാണിച്ചു. അതായത് നമ്മൾ ഇപ്പം എത്രയോ നൂറ്റാണ്ട് താണ്ടി നമ്മൾ ജനിച്ചാച്ചേ. എന്നാൽ ആണ്ടവര് ആ മുന്നമേ താൻ അവൻ നമ്മളെ കൃപാമൂലം അല്ലെങ്കിൽ അവൻ മുന്നയിച്ച പ്രസാദത്തിന് അവന്റെ പ്രസാദം വരുവാൻ തക്കവണ്ണം അവന്റെ ഹിതത്തിന് അവന്റെ ഹിതം, അതായത് നമ്മുടെ ഹിതത്തിനല്ല അവന്റെ ഹിതത്തിന് അവൻ നമ്മോട് അവന്റെ മർമ്മം അല്ലെങ്കിൽ അവന്റെ മിസ്റ്ററി അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ വെച്ചിരുന്ന ജ്ഞാനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് തിരിയാൻ പറ്റും. അത് മറ്റുമല്ല, നമ്മൾ 10-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് അത് എങ്കിരിക്കെ ആ ജ്ഞാനം എങ്കിരിക്കെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത്. അതായത് എങ്കിൽ മറ്റുമല്ല, അത് ആണ്ടവരുടെ നിശ്ചയം അല്ലെ ആണ്ടവരുടെ നേസം അല്ലെങ്കിൽ ആണ്ടവരുടെ കൃപയുടെ മഹത്വത്തിന്റെ ആ വലിപ്പം അത് എങ്കിന്ന് വരെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എന്ന എല്ലാ അത് മറ്റുമല്ല പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമുദ്ര വ്യവസ്ഥയെ കൊണ്ട് തന്നെ അവൻ ക്രിസ്തുവിൽ എന്നാ പണിയാച്ചേ
ഒന്നായി ചേർക്കുന്ന മാതിരി, അതായത് അവൻ നമ്മളെ ഇതെല്ലാമേ ക്രിസ്തുവിൽ ഒന്നാക്കാൻ വേണ്ടി നമ്മളോട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ അവന്റെ സന്തതിയാവണം. നേരത്തെ നമ്മൾ വാസിച്ചാച്ച്, നമ്മൾ മുന്നാടി നമ്മൾ അതിൽ വായിക്കുമ്പോൾ നമ്മൾ വാസിച്ചാച്ച് നമ്മൾ വാസിച്ചാച്ച് അവന്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി, അവന്റെ പുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടി, അവന്റെ അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടി, അവന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാൻ വേണ്ടി, അവൻ പുത്രന് നൽകിയ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്കും അതേപടി നമുക്കും തരാൻ വേണ്ടി അവൻ മുന്നമേ നിർണയിച്ച് അതൊരു മിസ്റ്ററി താൻ, അത് ഒളിഞ്ഞിരുന്ന സത്യം താൻ, ആ ഒളിഞ്ഞിരുന്ന സത്യം നമുക്കിപ്പം വെളിപ്പെടുത്തിയിരിക്കുക എങ്കിൽ നമ്മൾ വാസിക്കുക. എത്ര വലിയ സ്നേഹം എന്ന് നമുക്ക് പാക്കലാം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അതുകൊണ്ട് നമുക്ക് എന്നാ പണിയാച്ചേ, നമുക്ക് അവകാശം കിടച്ചാച്ചേ. അവകാശം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഒരു തകപ്പനാർക്ക് ഒരു മകൻ ഇരിക്കെങ്കിൽ ആ തകപ്പനാരുടെ അവകാശം എല്ലാമേ പുത്രന് നൽകും. അതേമാതിരി താൻ തകപ്പനാരായ ആണ്ടവർ അവന്റെ നേസം അവൻ നമ്മളോട് കാണിച്ച് അവന്റെ അവകാശം അവൻ ഈ ഭൂമിയെ സകലവും സൃഷ്ടിച്ച് ആ അവകാശം മുഴുവനും നമുക്ക് നൽകിയിരിക്കും എന്ന് ചൊല്ലിയാൽ അവൻ ആണ്ടവർ താൻ നമ്മൾ അവന്റെ രാജാക്കന്മാരായി അവന് വേല പണുന്ന മാതിരി, അവന് സേവ ചെയ്യുന്ന മാതിരി, അവന്റെ ചിത്തത്തിനനുസരിച്ച് നമ്മൾ വസിക്കുന്ന മാതിരി അവൻ നമ്മളോട് കാണിച്ചിരിക്കുന്നത് നമ്മൾ കാണിക്കും. അവനിൽ അവകാശം പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നു. അത് അവന്റെ ചിത്തപ്പടി താൻ നമ്മളോട് പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ ചിത്തപ്രകാരമല്ല, അവന്റെ ചിത്തമായി നമുക്ക് അത് തന്നിരിക്കും. അത് നമ്മൾ വിചാരിക്കും, ഞാൻ അവന്റെ മകൻ താൻ, അത് എന്റെ ചിത്തത്തിന് എല്ലാം എനിക്ക് തേപ്പെടും, നീ എനിക്ക് തന്നേ പറ്റൂ. അപ്പടിയല്ല, നിന്റെ ചിത്തത്തിന് പടിയേ അല്ല, ആണ്ടോടെ ചിത്തം താൻ നിനക്ക് നൽകണമെന്ന് വിചാരിച്ച് അവൻ നിനക്ക് തന്നിരിക്കും. അന്നേരം നമ്മൾ പാത്ത് നോക്കണം അവന്റെ ചിത്തം എത്ര വലുതാണെന്ന്. അതായത് നമ്മളെ അവൻ പാത്ത്, അവൻ നമ്മളെ നേസിച്ച്, അവൻ നമ്മളോട് കാണിച്ച നേസം എത്ര വലുതാണെന്ന് നമുക്ക് തിരിയാൻ പറ്റും. പാപികളും ദോഷികളുമായിരുന്നു നമ്മൾ, പാവത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ, പാവത്തിൽ അകപ്പെട്ടവരായിരുന്നു നമ്മൾ, സാത്താന്റെ കയ്യിലിരുന്നവർ നാം അടിമകളായിരുന്നു, സാത്താൻ അടിമകളായിരുന്നു നമ്മൾ, നരകത്തിലേക്ക് പോകേണ്ടതായിരുന്നു നമ്മൾ, നരകത്തിൽ മട്ടും താൻ നമ്മൾ പോകാൻ പറ്റുമായിരുന്നു. കാരണം നമ്മുടെ പാവം അത്രമാത്രം അതിക്രമിച്ചാരെങ്കിൽ അത്രമാത്രം അധികമായിരുന്നേ. ആ പാവത്തിൽ നിന്ന് വിടിവിപ്പാൻ തക്കോണം ആണ്ടവരായ തകപ്പനായ ആണ്ടവർ അവൻ തന്റെ പുത്രനെ നമ്മളെ വിടിവിപ്പാൻ തക്കോണം, നമ്മളെ വീണ്ടെടുക്കാൻ തക്കോണം, നമ്മളെ രക്ഷിപ്പാൻ തക്കോണം ആ തകപ്പനായ ആണ്ടവർ അവന്റെ പുത്രനെ, അവന്റെ ഏകജാത പുത്രനെ അവൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അനുപ്പിയാച്ചേ. അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിൽ അനുപ്പുന്നതിന്റെ കാരണം ഒന്ന് മട്ടും താൻ അവൻ നമ്മളെ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അവന്റെ മക്കളായിരുന്ന നമ്മൾ സാത്താന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെ ആ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടിച്ച്, അല്ലെങ്കിൽ ആ ദാസരായിരുന്ന നമ്മളെ അതിൽ നിന്നും വിടുവിച്ച്, നരകത്തിന് പോകേണ്ടതായിരുന്നു നമ്മളെ ആ നരകത്തിൽ നിന്നും വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കോണം ആണ്ടവർ നമ്മളോട് കൃപ തോന്നി. ആണ്ടവരുടെ കൃപ എത്ര വലുതാണെന്ന് നമ്മൾ പാത്ത് നോക്ക്, അവന്റെ നേസ് എത്ര വലുതാണെന്ന് നോക്ക്. നമ്മുടെ പുണ്യപ്രവർത്തികളല്ല നമ്മളെ ആണ്ടവർ നമ്മളെ നേസിച്ച്, നമ്മുടെ പുണ്യപ്രവർത്തിയല്ല നമ്മളെ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ പുണ്യപ്രവർത്തി താൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ല, നിന്റെ പുണ്യപ്രവർത്തി നിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകാതെ, കാരണം കൊണ്ടുപോയാൽ മാറ്റാൻ. കാരണം എന്ന് പറഞ്ഞാൽ നീ പാവം ചെയ്തു കഴിഞ്ഞാൽ മരണം നിശ്ചയം. അതായത് മരണം എന്ന് ചൊല്ലിയാൽ നരകം നിനക്ക് നിശ്ചയം. താൻ ആ നരകത്തിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ നിന്നെ നേസിച്ചില്ലെങ്കിൽ, അവന്റെ പുത്രൻ മുഖാന്തരം നിന്റെ നേസം നിന്നെ കാണിച്ചില്ലെങ്കിൽ നിനക്ക് ആ നേസം കിടക്കുകയേ മാട്ടെ. അല്ലെ, അതുകൊണ്ട് നീ എங்கே പോയിടും? ആ നരകത്തിൽ പോയിടും. എന്നാൽ ആ തകപ്പനായ ആണ്ടവർ നമ്മളോട് നേസം കാണിച്ചുകൊണ്ട് അവന്റെ മക്കള് ആ നരകത്തിൽ പോകുന്നത് അത് പാത്തിട്ട് അവന്റെ ഹൃദയം രമ്പ വലുപ്പിട്ട് വലിയാച്ചേ, അല്ലെങ്കിൽ അവന് ഭയങ്കര പെയിൻ അയച്ചേ, അവന് ഭയങ്കര വേദന അയച്ചേ, അവൻ എന്നെ വലിയയച്ചേ. അവന്റെ മക്കൾ എங்கே പോകും? നരകത്തിലേക്ക് പോകും. എപ്പടി ആ തകപ്പനാർക്ക് അത് വിസാരിച്ച് എപ്പടി മിണ്ടാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് താൻ ആ തകപ്പനാർ നമ്മളെ
നേസിച്ചത് മുഖാന്തരം അവന്റെ പുത്രൻ നമ്മളെ വീണ്ടെടുപ്പാൻ തക്കോണം സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ അയച്ചാച്ചേ. അവൻ നമ്മളെ വീണ്ടെടുത്ത് അവൻ നമുക്ക് രക്ഷ നൽകി അവന്റെ മക്കളാക്കി തീർത്താച്ചേ. മക്കളാക്കി എന്ന് മറ്റുമല്ല, അവൻ മക്കളാക്കിയപ്പോൾ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും കിടക്കും. ഏത് അനുഗ്രഹങ്ങൾ? സ്വർഗീയ അനുഗ്രഹങ്ങൾ, അതായത് സ്വർഗത്തിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ആണ്ടവർ, തകപ്പനായ ആണ്ടവർ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സകല അനുഗ്രഹങ്ങളും ആർക്കിടയ്ക്കും? നമുക്ക് കിടക്കും. എത്ര വലിയ ഭാഗ്യമാണ് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ നമ്മൾ ഇതിനകത്ത് 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ സകലവും പ്രവർത്തിക്കുന്നു മുന്നേറിക്കപ്പെട്ടത്. അതായത് ഇതെല്ലാമേ മുന്നമേ നിയമിക്കപ്പെട്ടതായിരിക്കും. അതായത് ഇപ്പം നിയമിക്കപ്പെട്ടതല്ല. അവൻ നമ്മളോട് കാണിച്ച സ്നേഹം ഇപ്പോഴത്തെ അല്ല. നമ്മൾ പാവം ചെയ്തിട്ടും അവൻ നമ്മളോട് നേസം കാണിച്ച് നമ്മളെ നേസം കാണിച്ച് നമ്മൾ വീണ്ടെടുത്ത. അല്ലെങ്കിൽ നീ ഒരു കാര്യം നമുക്കൊരു കാര്യം തിരിയും. നമ്മൾ മരിച്ചാൽ എങ്ക പോവും, അല്ലെങ്കിൽ നമ്മൾ ഇറന്നാൽ എങ്ക പോവും, നമുക്ക് നമ്മൾ ചെല്ലും. എനിക്ക് തിരിയാതെ നമ്മൾ പണ്ണുന്ന പുണ്യകർമ്മം താൻ നമ്മളെ എങ്ക കൊണ്ടുപോകുന്നെന്ന് നിശ്ചയിക്കും. അത് ആണ്ടോട് ചിത്തം താൻ. നരകത്തിലും പോയിടാം, സ്വർഗത്തിലും പോയിടാം. അത് എനിക്ക് തിരിയാതെ ഞാൻ എൻ്റെ പുണ്യകർമ്മങ്ങൾ ഞാൻ പണി നോക്കുക. ആണ്ടോട് ചിത്തമായാൽ അവൻ സ്വർഗത്തിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടു. അപ്പടിയല്ല. നീ അപ്പടി വിചാരിക്കാതെ നിന്റെ പാപം നിമിത്തം നീ നരകത്തിൽ താൻ പോവും. നരകത്തിലല്ലാതെ നിനക്ക് വേറൊരു വഴിയുമേ ഇല്ല. നീ ഒരു വഴിയും നിനക്ക് കിടക്കാതെ ആ നരകത്തിലേക്ക് പോവും. അഗാധ കൂപത്തിലേക്ക് പോയും. അവിടെ ഗന്ധകവും തീയും കത്തുന്ന ഇടത്തേക്ക് നീ പോയിടും. അവിടെ നീ മരിച്ചിടും. അവിടെ മരിക്കുകയല്ല, അപ്പോഴേ നീ വെന്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ആണ്ടവരായ, അതായത് തകപ്പനായ ആണ്ടവർ തന്റെ പുത്രൻ മുഖാന്തരം അവന്റെ ആ പുത്രന്റെ രക്തം മൂലം നമ്മളെ വീണ്ടെടുത്ത് അവന്റെ മക്കളാക്കി തീർത്തു. അതുമൂലം അവന്റെ മക്കളായി തീരുവാൻ തക്കോണം, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കോണം അവൻ നമ്മോട് കൃപ കാണിച്ചു. അവന്റെ നേസം എത്ര പെരുതെന്ന് നീ ഒന്ന് വിചാരിച്ച് പാർക്കാം. അവന്റെ നേസത്തിന്റെ അതിന്റെ ആഴവും ഉയരവും നീളവും വീതിയും ഒന്നുമേ അളക്കാൻ മുടിയാതെ, കാരണം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചാച്ചേ. അവന്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. അവനെ നമുക്ക് നമിക്കാം, അവനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവന്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. ആമേൻ.